ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. അപ്പോൾ കുറച്ച് ദിവസം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല, ഒരു ആഴ്ചയോളം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ തിരിച്ചെത്തി. അത് ഇന്നലെ ഇട്ട വീഡിയോ മുന്നേ എടുത്തു വെച്ചതാണ്. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം വീഡിയോസ് എടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ കുറേ പേര് അന്വേഷിച്ചു, പേഴ്സണൽ മെസ്സേജായിട്ടും എൻക്വയറിയിലും ഒക്കെ അന്വേഷിച്ചു. എവിടെ പോയി, സുഖമില്ലാതായോ, പനി പിടിച്ചോ എന്നൊക്കെ ചോദിച്ചു, കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാരീസിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടായിരിക്കും. ഞാൻ മോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. പിന്നെ കുറേ പേര് സാരീസിൻ്റെ എൻക്വയറി അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് നോക്കാൻ പറ്റാത്തതുകൊണ്ട്, അതായത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് കുറേ പേരുടെ അടുത്ത് സോൾഡ് ഔട്ട് പറഞ്ഞിട്ടുണ്ട്, കുറേ പേരുടെ അടുത്ത് സ്ഥലത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള എൻക്വയറിക്കൊക്കെ, എല്ലാ എൻക്വയറിക്കും ഒരുവിധം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, ലേറ്റായിട്ടാണെങ്കിലും. അപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി കാരണം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അപ്പം മറുപടി കൊടുക്കാൻ പറ്റിയില്ല. അതാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നത്. അപ്പോൾ നമുക്കിനി ഓരോ സാരീസായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സാരി ഒരുപാട് പേര് വെയിറ്റിംഗ് ആയിട്ടിരിക്കുന്ന കലംകാരി സാരീസാണ്. പ്യുവർ സോഫ്റ്റ് കോട്ടൺ കലംകാരി സാരീസാണ്. നാച്ചുറൽ ഡൈഡാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, പ്യുവറാണ് കേട്ടോ. കലംകാരി വളരെ കംഫർട്ടബിളാണ്, നമുക്ക് ഒട്ടും ചൂടെടുക്കില്ല. പിന്നെ ഇതെല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പം വേഗം എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇത് നമ്പർ 1 ആണ്. കണ്ടോ, സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം, അല്ലെങ്കിൽ എൻക്വയറിയുടെ ടൈമിൽ അവൈലബിലിറ്റി പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. നമ്പർ 1 ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് റെഡ് മെറൂൺ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ കളറ് നമുക്ക് എക്സാക്റ്റ് അങ്ങോട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഇതൊക്കെ നാച്ചുറൽ കളറ്, നാച്ചുറൽ ഡൈഡാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റുമാണ്. വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. അപ്പോൾ ഉടുക്കാൻ വളരെ കംഫർട്ടബിളാണ്. ഇതിലൊട്ടും സ്റ്റാർച്ചില്ല കേട്ടോ. ഇങ്ങനെ സ്റ്റിഫായി നിൽക്കുന്ന സാരിയല്ല, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇണങ്ങുന്നതാണോ എന്ന് നോക്കി പർച്ചേസ് ചെയ്യുക. ചിലരുടെ വിചാരം എല്ലാ സാരീസും അല്ലെങ്കിൽ വില കൂടിയതൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാം സിൽക്ക് സാരി പോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയല്ല കേട്ടോ. ഓരോ മെറ്റീരിയലിനും ഓരോ സ്വഭാവമുണ്ട്. സോഫ്റ്റ് കോട്ടണിന് അതേപോലെ തന്നെ അതിരിക്കുള്ളൂ. അത് എത്ര വില കൂടിയതാണെങ്കിലും ആ ഒരു മെറ്റീരിയലിൻ്റെ ക്യാരക്ടറാണ് അത് കാണിക്കുക കേട്ടോ. അപ്പോൾ അതേപോലെ ഇരിക്കും. അതേപോലെ കോട്ട ഡോരിയ എന്ന് പറഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് മെറ്റീരിയലാണ്. നെറ്റ് കോട്ട സാരീസ് വേറെയുണ്ട്. ഇത് കോട്ട ഡോരിയ ഹാൻഡ് മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ അതുപോലെയാണ് ഇരിക്കുക. അതേപോലെ ടസർ, സിൽക്ക്, പോളിസ്റ്റർ, ജോർജറ്റ്, അങ്ങനെ എല്ലാ മെറ്റീരിയലും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് മെറ്റീരിയലാണോ എന്ന് നോക്കി പർച്ചേസ് ചെയ്യുക കേട്ടോ. നമുക്കതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് സോഫ്റ്റ് കോട്ടൺ ആണ്, ഒട്ടും സ്റ്റാർച്ച് ഇല്ലാത്തതാണ്. എല്ലാം ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേഗം ഓരോന്നായിട്ട് കണ്ടുപോവാം. ഇതാ കണ്ടോ, ബോഡി ഫുൾ ഇങ്ങനെയാണ്. ബോർഡേഴ്സ് വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, ഫസ്റ്റ് വൺ നമുക്കിങ്ങനെ ഫുൾ ഓപ്പൺ ആയിട്ട് കാണിക്കാം, പിന്നെ വേഗം കണ്ടുപോവാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. അതിൻ്റെ ബോർഡേഴ്സ് ഒരു കോൺട്രാസ്റ്റ് കളറിലാണ് വരുന്നത്. ബോഡി ഫുൾ ഇതേപോലെയാണ്. കണ്ടോ, ഇതേപോലെ കേട്ടോ. 2 സൈഡിലും ബോർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ പല്ലു വരുന്നത് ഒക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. നല്ല ഭംഗിയുള്ള കലംകാരി സാരീസാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ദാ ഇങ്ങനെയാണ്. നമുക്ക് നോർമലായിട്ട് വരാറുള്ള പോലെ തന്നെ ഇതിലുള്ള അതേ ഡിസൈൻ ആയിരിക്കും. കളറ് ഒരു ലൈറ്റ് ഷെയ്ഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക. കണ്ടോ, ഇതേപോലെയാണ് ബ്ലൗസ് വിത്ത് ബോർഡേഴ്സ് ആയിട്ട് വരിക. പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, നാച്ചുറൽ കളറാണ്. അതുകൊണ്ട് അതിലിങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ കളറ് കാണും കേട്ടോ. കണ്ടോ, ചിലപ്പോൾ ഇങ്ങനെ കളറ് ഈവൺ ആയിരിക്കണം എന്നില്ല, പ്രിൻറ്റും ഈവൺ ആയിരിക്കണം എന്നില്ല, കുറച്ച് ഇംപെർഫെക്ഷൻസ് കാണും. അതാണ് ഇങ്ങനത്തെ സാരീസിൻ്റെ പ്രത്യേകതയും ഭംഗിയും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഹാൻഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കളറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സാരീസിൽ വരുന്നതാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് വരുന്നത് 1499, 1499. ഈ വീഡിയോയിൽ വരുന്ന എല്ലാ സാരീസിൻ്റെയും റേറ്റ് സെയിം ആണ് കേട്ടോ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലംകാരി സാരീസാണ്. പല്ലു ഇതേപോലെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം.
അടുത്ത സാരി നമ്പർ 2 ആണ്. ഇതേപോലെയാണ് കേട്ടോ, നല്ലൊരു ബ്ലാക്ക് ബേസ് ആയിട്ട് വരുന്ന സാരിയാണ്. അതിൽ ഇതേപോലെയാണ് പ്രിൻറ്റ് പാറ്റേൺ വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഈ സാരീൻ്റെ കൂടെയൊക്കെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വേണ്ടാന്നുള്ളവർക്ക് ഇതിൽ വരുന്ന ബേസ് കളറോ അല്ലെങ്കിൽ ബോർഡറിൽ വരുന്ന കളറോ ഒക്കെ പ്ലെയിൻ ബ്ലൗസ് യൂസ് ചെയ്താലും നല്ലതായിരിക്കും. പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് പല്ലുവിൽ വന്നിട്ടുള്ളത്. മൾട്ടിപ്പിൾ കളേഴ്സും വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നത് ആ ബോഡിയുടെ സെയിം കളറാണ്, പക്ഷെ ലൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ഇത് സാരിയും ബ്ലൗസായിട്ട് വെയർ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ ആ ഒരു നാച്ചുറൽ കളർ ഡൈയിങ് ചെയ്തതൊക്കെ ചിലപ്പോൾ ബ്ലൗസിലും അവിടെ ഇവിടെയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അതൊരു ഡാമേജ് അല്ല, അത് അവർ ഹാൻഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. റേറ്റ് സെയിം ആണ്, 1499, 1499 കേട്ടോ. ഇനി എല്ലാ സാരീൻ്റെയും കൂടെ അതിൻ്റെ റേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്. അടുത്തത് സാരി നമ്പർ 3 ആണ്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൽ ഏത് ഡിസൈൻ എടുത്താലും സൂപ്പറായിരിക്കും. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്. ഇതിൽ സെയിം പീസുകൾ കിട്ടാനായിട്ട് ഒരേപോലെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതെല്ലാതും ഓരോ സാരിയും യുണീക്കായിരിക്കും, ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സെയിം ഒരു പ്രിൻറ്റ് പാറ്റേൺ തന്നെ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിരിക്കും സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്ത് വരുമ്പോൾ. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെയുണ്ടാവും. റേറ്റ് സെയിം ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. ഡാർക്ക് ഒരു ബ്രൗൺ, കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇതേപോലെയാണ് കേട്ടോ, നല്ല ഭംഗിയാണ്. അതിൻ്റെ ബോർഡേഴ്സ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഇതേപോലെയാണ് ബോഡി പോർഷൻ വരിക. പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഭംഗിയായിരിക്കും. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എല്ലാം നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കലംകാരി ഫാൻസ് തന്നെ ഒരുപാട് പേരുണ്ട്. കണ്ടിന്യൂസ് നമുക്ക് ഒരുപാട് എൻക്വയറി ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടുമില്ല കഴിഞ്ഞ് കഴിഞ്ഞാൽ. അതുകൊണ്ട് വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. 1499. ഞൊറിഞ്ഞിട്ടാലും വള്ളേറിലായിട്ടും ലേസി പ്ലീറ്റ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ ഇടാൻ പറ്റും. ഇനി അടുത്ത സാരി നമ്പർ 5 ആണ്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരേപോലെയൊക്കെ തോന്നുമെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. അതിൻ്റെ പ്രിൻറ്റ് പാറ്റേണോ ബോർഡറോ പല്ലുവോ അല്ലെങ്കിൽ ബ്ലൗസ് പീസോ എന്തിലെങ്കിലും ഡിഫറൻസ് കാണും. കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ. പല്ലു വരുന്നത് ഇതേപോലത്തെ ബ്ലോക്ക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത്. അപ്പോൾ ഈ സാരിയും ബ്ലൗസും കൂടെ വെയർ ചെയ്യുമ്പോൾ ഗ്രാൻഡ് ലുക്കായിരിക്കും. കണ്ടോ, ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ്, നാച്ചുറൽ കളറാണ്. അപ്പോൾ ഈ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബ്ലാക്ക് കളേഴ്സൊക്കെ ആ ഒരു ഡൈയിങ്ങിൻ്റെ കാണും കേട്ടോ. അതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഇംപെർഫെക്ഷൻസ് ഉണ്ടാവും. അതാണ് ഈ നാച്ചുറൽ ഹാൻഡ് മെയ്ഡ് സാരീസിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെ ഉണ്ടാവും. നല്ല ഭംഗിയാണ്. ഇതേപോലെ ബ്ലൗസ്. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 6 ആണ്. ഇതും ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. കണ്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറേ നമ്മൾ മുന്നേ ഇട്ട കലങ്കാരി വീഡിയോസിന് സെയിം റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം പ്രിൻറ്റ് ആണോ എന്ന് എനിക്ക് ഷുവറല്ല. നിങ്ങൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക. സെയിം നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി പർച്ചേസ് ചെയ്യാം. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ. ഇനി അടുത്ത സാരി. റേറ്റ് സെയിം ആണ്, 1499, 1499 ആണ്. അടുത്തത് നമ്പർ 7 ആണ്. നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇതേപോലെ വരുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എല്ലാതും. പിന്നെ നാച്ചുറൽ കളേഴ്സ് ആകുമ്പോൾ അത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടിരിക്കില്ല, നമ്മുടെ സിന്തറ്റിക് കളേഴ്സിൻ്റെ പോലെ ആയിരിക്കില്ല.
നല്ല ഒരു സ്റ്റാൻഡേർഡ് സംഭവങ്ങളാണ്. ഇതാ കണ്ടോ, സാരി ഇങ്ങനെയാണ് വരുന്നത്. പല്ലു ഇതേപോലെ നല്ല ഭംഗിയുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ, വിത്ത് ബോർഡേഴ്സായിട്ടാണ്. ചെറിയ ബോർഡേഴ്സാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. പിന്നെ ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് സാരീസ് ആയതുകൊണ്ട് തന്നെ അവർ ഹാൻഡ് ബ്ലോക്കും നാച്ചുറൽ ഡൈ ഒക്കെ ചെയ്തതിന് ശേഷം ഡ്രൈ ചെയ്തെടുക്കുന്നത് ഇതേപോലെ മണ്ണിലും പുല്ലിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡസ്റ്റ് പാർട്ടിക്കിൾസോ കുഞ്ഞു കുഞ്ഞ് ഗ്രാസിൻ്റെ പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നാച്ചുറലായിട്ട് വരുന്നതാണ്, ഒന്ന് തട്ടിക്കളഞ്ഞ് പോകുന്നതാണ് കേട്ടോ. റേറ്റ് സെയിം ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 8 ആണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു ഡിസൈനാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു സെയിം ഉണ്ടെങ്കിൽ അതേപോലത്തെ വേണം എന്നുള്ളത്. ഇതാ കണ്ടോ, സാരി ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, ഇതേപോലെയാണ് കേട്ടോ ബോർഡേഴ്സ്. ഇതും നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. പല്ലു വരുന്നത് ഇതാ ഇതേപോലെയാണ് കേട്ടോ. മൾട്ടിപ്പിൾ ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിൽ മൾട്ടിപ്പിൾ കളേഴ്സിലാണ് വരുന്നത്. അതേപോലെ തന്നെ ബ്ലൗസ് വരുന്നത് ആ സെയിം ഒരു ഡിസൈൻ ലൈറ്റ് ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത്. വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. എല്ലാം ഒന്നിനൊന്നിനും ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണെങ്കിലും ഡിസൈൻ ആണെങ്കിലും ഒക്കെ സൂപ്പറാണ്. പല്ലു ഇതേപോലെ, ബ്ലൗസ് ഇതേപോലെ. റേറ്റ് 1499. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 9 ആണ്. ഇതും നല്ല ഭംഗിയുള്ള ഒരു ബ്രിക്ക് റെഡ് മെറൂണിഷ് അങ്ങനത്തെ ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. ഒരു ലൈറ്റ് ബോർഡറാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത്. പല്ലു ഇതേപോലെ, പല്ലും ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബ്ലൗസ് വരുന്നത് ഇതാ ഇങ്ങനെ വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, കലങ്കാരി സാരീസിലൊക്കെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ കാണാറുണ്ടല്ലേ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇഷ്ടം പോലെ കാണാറുണ്ട്. ഇതിന് ആപ്റ്റായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സൊക്കെ ഇട്ട് നല്ല എന്താ പറയുക, നല്ല സൂപ്പറായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. റേറ്റ് വരുന്നത് 1499. ഇനി അടുത്ത സാരി. അടുത്തത് സാരി നമ്പർ 10 ആണ്. ഇതേപോലെയാണ് വരുന്നത്. ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ ഇതേപോലെ ഒരു ബ്ലാക്ക് അങ്ങനെ ബോക്സ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബോർഡറാണ്. ബോഡി ഫുൾ ഇതേപോലത്തെ ഒരു പാറ്റേണിലാണ്. പല്ലു വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. എല്ലാ സാരീസും ഒന്നിനൊന്നിന് ഡിഫറെൻറ്റ് പാറ്റേണും ബ്ലോക്ക് പ്രിൻ്റൊക്കെയാണ്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. ഇതേപോലെ സ്ലീവ്സിൽ വെക്കാനുള്ള ബോർഡേഴ്സും വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഓരോ സാരീസിലും ലിമിറ്റഡ് പീസേ ഉള്ളൂ. ചിലതൊക്കെ ഓരോന്നേ ഉള്ളൂ, ചിലത് കുറച്ച് എണ്ണം കൂടുതലുണ്ട്. അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ വേണമെന്നുള്ളത് പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മൾ ഒന്നും മാറ്റി വെക്കില്ല. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. റേറ്റ് 1499. അടുത്തത് നമ്പർ 11 ആണ്. ഇതൊരു ഫ്ലോറൽ പാറ്റേൺ ആണ് കേട്ടോ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. കണ്ടോ, സാരി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേൺ ആണ്. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സും വന്നിട്ടുണ്ട്. പല്ലു ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്, വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് 1499 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് നമ്പർ 12 ആണ്. ഇതൊരു ബ്ലാക്കിലാണ് വരുന്നത്. കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. പല്ലു വരുന്നത് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഒരു പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ബോർഡേഴ്സും വരുന്നുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ. ഏതാണെങ്കിലും ഉടുത്ത് വരുമ്പോൾ നല്ല ഗ്രാൻഡ് ലുക്കാണ്. വളരെ തിൻ ആൻഡ് ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ. സോഫ്റ്റ് കോട്ടൺ. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. റേറ്റ് 1499. ഇനി അടുത്ത സാരി നമ്പർ 13 ആണ്. ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത്. കണ്ടോ, ബോർഡേഴ്സും നല്ല ഭംഗിയാണ്. ഇതേപോലെയാണ് സാരി.
പല്ലു വരുന്നത് ദാ ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതേപോലെ. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് 1499, 1499. ഇനി നമുക്ക് അടുത്ത സാരി കാണാം കേട്ടോ. ഇതാണ് ബ്ലൗസ്. അടുത്തത് നമ്പർ 14 ആണ്. ഇതും ഡാർക്ക് ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്, കോഫി ബ്രൗൺ ഷെയ്ഡിൽ. നല്ല ഭംഗിയുള്ള ബോർഡേഴ്സും ഉണ്ട് കണ്ടോ. ഇതേപോലെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള പല്ലു. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്, വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇതേപോലെ വിത്ത് ബോർഡേഴ്സ് ആയിട്ടാണ് കേട്ടോ. റേറ്റ് സെയിം ആണ്, 1499, 1499. ഇനി അടുത്ത സാരി. അടുത്തത് നമ്പർ 15 ആണ്. ഇതൊരു മെറൂണിഷ് കളറാണ് വരുന്നത് കണ്ടോ. സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എല്ലാ സാരിയിലും ആ ഒരു ബ്ലോക്കിങ്ങിൻ്റെ മാർക്ക് വിസിബിളാണ് കേട്ടോ. പല്ലു ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. എല്ലാ സാരീസും ഒന്നിനൊന്നിന് ഭംഗിയാണ്. എല്ലാം ഡിഫറെൻറ്റ് ഒരു പാറ്റേണിലാണ് വന്നിട്ടുള്ളത് കണ്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. പല്ലു ഇങ്ങനെ, ബ്ലൗസ് ഇങ്ങനെ. റേറ്റ് 1499. അപ്പോൾ ഇതായിരുന്നു ഈ വീഡിയോയിലെ ലാസ്റ്റ് സാരി. ഒരു 15 ഡിസൈനിലാണ് നമ്മൾ സാരീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ലിമിറ്റഡ് സ്റ്റോക്കാണ്. വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഓരോരുത്തരുടെ മൊബൈലിൻ്റെ ബ്രൈറ്റ്നസ്സും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അതുപോലെ തന്നെ മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.